സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ബലം എന്ന ടോപ്പിക്കിൽ നിന്നും PSC ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഒരു ക്വിക്ക് റിവിഷൻ ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഗുരുത്വാകർഷണ ത്വരണം സമം ഗുരുത്വാകർഷണ ത്വരണം എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഗുരുത്വാകർഷണ ത്വരണം. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ്? ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് സർ ഐസക് ന്യൂട്ടൺ ആണ്. സർ ഐസക് ന്യൂട്ടൺ ആണ് ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത്. ഒരു വസ്തുവിനെ തള്ളുകയോ വലിക്കുകയോ ചെയ്യുമ്പോൾ അതിൽ ഡാഷ് പ്രയോഗിക്കപ്പെടുന്നു. ഒരു വസ്തുവിനെ തള്ളുകയോ വലിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിൽ എന്താണ് പ്രയോഗിക്കപ്പെടുന്നത്? ബലമാണ് പ്രയോഗിക്കപ്പെടുന്നത്. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വ്യാപക മർദ്ദം ഡാഷ് എന്നറിയപ്പെടുന്നു. യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വ്യാപക മർദ്ദം ഡാഷ് എന്നറിയപ്പെടുന്നു. മർദ്ദത്തിന്റെ യൂണിറ്റ് പാസ്കൽ ആണ്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. മർദ്ദത്തിന്റെ യൂണിറ്റ് പാസ്കൽ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ദ്രാവക രൂപത്തിന്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് അത് പ്രയോഗിക്കുന്ന മർദ്ദത്തിന് എന്താണ് സംഭവിക്കുന്നത്? ദ്രാവക രൂപത്തിന്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് അത് പ്രയോഗിക്കുന്ന മർദ്ദവും കൂടുകയാണ് ചെയ്യുന്നത്. ദ്രാവക രൂപത്തിന്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് അത് പ്രയോഗിക്കുന്ന മർദ്ദവും കൂടുന്നു. ഒരു ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപക മർദ്ദത്തെ ഡാഷ് എന്ന് പറയുന്നു. ഒരു ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപക മർദ്ദമാണ് ദ്രാവക മർദ്ദം. ദ്രാവകങ്ങൾ അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിന്റെ എല്ലാ വശങ്ങളിലേക്കും ഡാഷ് പ്രയോഗിക്കുന്നു. ദ്രാവകങ്ങൾ അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിന്റെ എല്ലാ വശങ്ങളിലേക്കും ബലം പ്രയോഗിക്കുന്നു. ഐസക് ന്യൂട്ടന് സർ പദവി ലഭിച്ച വർഷം. ഐസക് ന്യൂട്ടന് സർ പദവി ലഭിച്ചത് 1705 1705 ഐസക് ന്യൂട്ടന് സർ പദവി ലഭിച്ചത്. 1705. ഫിലോസഫിയ നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക ആരുടെ കൃതിയാണ്? ഫിലോസഫിയ നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക ആരുടെ കൃതിയാണ്? സർ ഐസക് ന്യൂട്ടന്റെ കൃതിയാണ്. ഫിലോസഫിയ നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ തറനിരപ്പിന് സമാന്തരമായി കയ്യിൽ താങ്ങി നിർത്താൻ ഗുരുത്വാകർഷണത്തിനെതിരെ പ്രയോഗിക്കപ്പെടുന്ന ബലം എത്രയാണ്? 1 ന്യൂട്ടൺ ആണ്. അപ്പൊ 1 ന്യൂട്ടൺ എന്താണ്? 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ തറനിരപ്പിന് സമാന്തരമായിട്ട് കയ്യിൽ താങ്ങി നിർത്താൻ ഗുരുത്വാകർഷണത്തിനെതിരെ പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് 1 ന്യൂട്ടൺ. മനുഷ്യനും മറ്റു ജീവികളും പ്രവർത്തി ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ബലം. മനുഷ്യനും മറ്റു ജീവികളും പ്രവർത്തി ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ബലമാണ് പേശീബലം. മനുഷ്യനും മറ്റു ജീവികളും പ്രവർത്തി ചെയ്യുവാൻ ഉപയോഗിക്കുന്നത് പേശീബലം. മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസു കഷ്ണങ്ങളെ ആകർഷിക്കാൻ സാധ്യമാക്കുന്ന ബലം ഏതാണ്? മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസു കഷ്ണങ്ങളെ ആകർഷിക്കാൻ സാധ്യമാക്കുന്ന ബലമാണ് സ്ഥിത വൈദ്യുത ബലം. ഒരു വസ്തുവിന് മുകളിലൂടെ മറ്റൊരു വസ്തു നീങ്ങുമ്പോൾ വസ്തുക്കളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലം. ഒരു വസ്തുവിന് മുകളിലൂടെ മറ്റൊരു വസ്തു നീങ്ങുമ്പോൾ വസ്തുക്കളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലമാണ് ഘർഷണ ബലം. ഘർഷണം കുറയ്ക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഖരസ്നേഹകമാണ് ഗ്രാഫൈറ്റ്. ഘർഷണം കുറയ്ക്കുവാൻ ഉപയോഗിക്കുന്ന ഖരസ്നേഹകമാണ് ഗ്രാഫൈറ്റ്.
ഘർഷണം കുറയ്ക്കത്തക്ക വിധം വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുത്തുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. ഘർഷണം കുറയ്ക്കത്തക്ക വിധം വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുത്തുന്നതിനെ ധാരാരേഖിതമാക്കൽ എന്ന് പറയുന്നു. ധാരാരേഖിതമാക്കൽ എന്താണ്? ഘർഷണം കുറയ്ക്കത്തക്ക വിധം വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുത്തുന്നതിനെയാണ് ധാരാരേഖിതമാക്കൽ എന്ന് പറയുന്നത്. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ എന്തായിരിക്കും? കുറവായിരിക്കും. നമുക്കൊരു വസ്തുവിനെ ഉരുട്ടിക്കൊണ്ടു പോകുന്നത് അതിനെ വലിച്ചുകൊണ്ട് പോകുന്നതിനേക്കാൾ എപ്പോഴും എന്താണ്? എളുപ്പമായിരിക്കില്ലേ? ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ എന്തായിരിക്കും? കുറവായിരിക്കും. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് അതിൻ്റെ ഡാഷ്. ഒരു വസ്തുവില് ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് അതിൻ്റെ ഭാരം. ഒരു വസ്തുവില് ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് അതിൻ്റെ ഭാരം. ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലത്തെ ഡാഷ് എന്ന് പറയുന്നു. ഒരു പ്രതലത്തില് ലംബമായിട്ട് അനുഭവപ്പെടുന്ന ആകെ ബലത്തെ വ്യാപക മർദ്ദം എന്ന് പറയുന്നു. വ്യാപക മർദ്ദം. ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലത്തെ വ്യാപക മർദ്ദം എന്ന് പറയുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വായുയൂപത്തിന്റെ ഭാരമാണ് ഡാഷ്. ഭൂമിയുടെ ഉപരിതലത്തില് യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വായുയൂപത്തിന്റെ ഭാരമാണ് അന്തരീക്ഷമർദ്ദം. അന്തരീക്ഷമർദ്ദം എന്താണ്? ഭൂമിയുടെ ഉപരിതലത്തിലെ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വായുയൂപത്തിന്റെ ഭാരമാണ് അന്തരീക്ഷമർദ്ദം. അന്തരീക്ഷ വായുവിന്റെ സാന്ദ്രത ഭൂമിയുടെ പ്രതലത്തിനടുത്ത് ഡാഷ് മുകളിലേക്ക് പോകുന്തോറും ഡാഷ് ആയിരിക്കും. എന്താണ്? അന്തരീക്ഷ വായുവിന്റെ സാന്ദ്രത ഭൂമിയുടെ പ്രതലത്തിനടുത്ത് കൂടുതലും മുകളിലേക്ക് പോകുന്തോറും എന്താണ്? കുറയുകയുമാണ് ചെയ്യുന്നത്. അന്തരീക്ഷ വായുവിന്റെ സാന്ദ്രത ഭൂമിയുടെ പ്രതലത്തിനടുത്ത് കൂടുതലും മുകളിലേക്ക് പോകുന്തോറും അത് കുറയുകയുമാണ് ചെയ്യുന്നത്. മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷ മർദ്ദം എന്താണ്? കുറയുന്നു. മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷ മർദ്ദം കുറയുകയാണ് ചെയ്യുന്നത്. അന്തരീക്ഷ മർദ്ദത്തിന്റെ യൂണിറ്റ് ആണ് ബാർ. അന്തരീക്ഷ മർദ്ദത്തിന്റെ യൂണിറ്റ് ബാർ. അവസാനത്തെ ചോദ്യമാണ് അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ബാരോമീറ്റർ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.